ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നവലോകകാല സാഹചര്യം എടുത്തു നോക്കുമ്പോൾ ഇന്ന് ഈ ലോകം തന്നെ ഓരോ ജനതയുടെയും കൈക്കൊമ്പിളിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത് ഏറെ പ്രസക്തമേറിയ ഒന്ന് തന്നെയാണ്. ഈ ഒരു ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകളെയും വെല്ലുവിളിയെയും കുറിച്ച് സംസാരിക്കുമ്പോൾ എന്റെ മനതാരിലേക്ക് ഓടിയെത്തുന്ന ചില കവിതാ വചനങ്ങളുണ്ട്. പ്രശസ്ത കവി വൈലോപ്പിള്ളിയുടെ ഒരു കവിതയുടെ ഒരു ശകലം ഞാൻ കേൾപ്പിക്കാം. ഏത് ദൂസര സങ്കല്പത്തിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത സമൂഹത്തിൽ ജീവിച്ചാലും, നിന്റെ മനസ്സിലുണ്ടാകട്ടെ സ്നേഹവും മമതയും ഇത്തിരി കൊന്നപ്പൂവും എന്ന വൈലോപ്പിള്ളിയുടെ ഈ കവിതയിലൂടെ അദ്ദേഹം നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഏത് സങ്കീർണത നിറഞ്ഞ കാലഘട്ടത്തിൽ നീ ജീവിച്ചു പോവുകയാണെങ്കിലും നിന്റെ നാടിനെയും നിന്റെ ജീവിതത്തെയും നീ മറക്കരുതെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാലം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യർ വിവര സാങ്കേതിക വിദ്യയുടെ അതിവേഗ വളർച്ചയിലൂടെ മുന്നേറുകയാണ്. അതിന്റെ സ്വാധീനം ഇന്ന് വിദ്യാഭ്യാസ രംഗത്തും ഗണ്യമായി അനുഭവപ്പെടുന്നുണ്ട്. ഒരിക്കൽ പുസ്തകവും ബ്ലാക്ക് ബോർഡുകളുമായിരുന്നു ക്ലാസ് മുറികളിലെ പഠന ചിഹ്നങ്ങൾ. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഇന്ന് കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും ഇന്റർനെറ്റുമാണ് ഇന്നത്തെ പുതിയ സാങ്കേതിക കാലഘട്ടത്തെ പഠനത്തിന്റെ അധിഷ്ഠാനങ്ങൾ. ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പഠനത്തെയാണ് ഡിജിറ്റൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകളെ കുറിച്ച് പരതുമ്പോൾ പ്രധാനമായിട്ടും അറിവിലേക്കുള്ള ഒരു വിശാലമായ പ്രവേശനം അവിടെ ലഭിക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള അറിവുകൾ ഓരോ വിദ്യാർത്ഥിയുടെയും വിരൽ തുമ്പിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ സൗകര്യവും സമയലാഭവും ലഭിക്കുന്നുണ്ട്. കാരണം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻക്ക് വേണ്ടുവോളം പഠിക്കാനും വേണ്ട സമയത്ത് പഠിക്കാനും യാത്രാ ബുദ്ധിമുട്ടുകളില്ലാതെ പഠിക്കാനും ഈ ഒരു ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഠന രീതിയിലെ വൈവിധ്യം അത് ഇതിനെ സ്വാധീനിക്കുന്ന വലിയൊരു സഹായമാകുന്ന ഒരു ഘടകം തന്നെയാണ്. പ്രധാനമായിട്ടും വീഡിയോ ക്ലാസ്സുകൾ, ആനിമേഷൻ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ പ്രായോഗിക സിമുലേഷൻസുകൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ ഗെയിമുകളെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠനത്തെ വലിയ രീതിയിൽ രസകരമായിട്ട് ഓരോ വിദ്യാർത്ഥിയുടെയും ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ സ്വയം പഠനത്തിനുള്ള ഒരു അവസരം ലഭിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ കഴിവിനനുസരിച്ച് വേണ്ടുവോളം പഠിക്കാനും അധികമായ കഴിവ് പെട്ടെന്ന് മനസ്സിലാകുന്ന വിദ്യാർത്ഥികൾക്ക് കുറച്ച് പഠിക്കാനും അതുപോലെ തന്നെ കൂടുതലായിട്ട് ക്ലാസ്സുകൾ കേൾക്കേണ്ടവർക്ക് കൂടുതലായി പഠിക്കാനുമുള്ള ഒരവസരം ഇതിലൂടെ ലഭ്യമാകുന്നുണ്ട്. സാങ്കേതിക കഴിവുകളുടെ വളർച്ചയാണ് മറ്റൊരു കാര്യം. കാരണം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ പ്രധാന ഘടകമാണ്, അല്ലെങ്കിൽ അവനിൽ ആകുലത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അവന്റെ തൊഴിൽ ജീവിതം എന്നത്. ഒരു കാലഘട്ടം കഴിയുന്നതിലൂടെ തന്നെ തന്റെ ജീവിതത്തിലെ ഭാവി ജീവിതത്തിൽ താൻ എന്താകും, താൻ എന്ത് ജോലി ചെയ്യും, തന്റെ തൊഴിൽ ജീവിതം എങ്ങനെയാകുമെന്ന ആകുലത നിറയ്ക്കുന്ന ചോദ്യങ്ങൾ വിദ്യാർത്ഥിയിലേക്ക് ഉന്നയിക്കപ്പെടുമ്പോൾ ആ ചോദ്യത്തിനുള്ള ഒരു പരിഹാരം ഇന്ന് ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിലൂടെ ലഭ്യമാകുന്നുണ്ട്. കാരണം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിലൂടെ ഒരു വിദ്യാർത്ഥി കടന്നു പോകുമ്പോൾ നാൾ കഴിഞ്ഞു വരുമ്പോൾ തന്റെ തൊഴിൽ ജീവിതത്തിൽ കമ്പ്യൂട്ടറുകളും അതുപോലെ തന്നെയുള്ള ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്നതിലേക്ക് ഈ വിദ്യാർത്ഥിയെ സ്വാഭാവികമായി പ്രാപ്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആഗോള ബന്ധം എന്നത് ഇതിലെ മറ്റൊരു വലിയ സാധ്യതയാണ്. കാരണം ഒരു വിദ്യാർത്ഥി ലോകത്തിലെ പല രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികളുമായി കൂട്ടുകൂടി പഠിക്കുകയും അവരോട് അറിവുകൾ ഷെയർ ചെയ്യുന്നതിലൂടെയും ഒരുപാട് ആഗോള ബന്ധം ഇതിലൂടെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ വെല്ലുവിളികളെ കുറിച്ച് നാം പരതി നോക്കുമ്പോൾ വളരെ വലിയ രീതിയിൽ നമ്മിലേക്ക് ആകുലതപ്പെടുത്തുന്നതും അതുപോലെ തന്നെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതുമായ ധാരാളം വെല്ലുവിളികളുണ്ട്. പ്രധാനപ്പെട്ടതാണ് സാമൂഹിക ഇടപെടലിന്റെ കുറവ്. സമൂഹത്തിൽ വിദ്യാർത്ഥിയും അധ്യാപകനും എന്ന ഒരു ബന്ധമില്ലാതാകുന്നു, കൂട്ടുകാരൻ എന്ന ഒരു ബന്ധമില്ലാതാകുന്നു. അതുപോലെ തന്നെ സാങ്കേതിക തടസ്സങ്ങൾ, വൈദ്യുതി, അതുപോലെ തന്നെ ഇന്റർനെറ്റിന്റെ ഒക്കെ ലഭ്യത ഇതിൽ വളരെ വലിയ പ്രയാസം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റലിന്റെ ഗണ്യമായ വർധനവ് വിദ്യാർത്ഥികളിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം തന്റെ ജീവിതത്തിൽ എന്തൊരു കാര്യത്തിനും സഹായം ഇന്ന് വിദ്യാർത്ഥികൾ ChatGPT ചോദിക്കുന്നു. ഈയിടെ സംഭവിച്ച ഒരു സംഭവമാണ്
ഒരു വിദ്യാർത്ഥി തന്റെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഇങ്ങനെ പേറി അവസാനം തന്റെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നിയപ്പോൾ ആ വിദ്യാർത്ഥി ChatGPT-യോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആത്മഹത്യയിലേക്ക് പോകുന്നു, താൻ എങ്ങനെ ആത്മഹത്യ ചെയ്യുന്നതാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചപ്പോൾ ChatGPT പറയുന്നുണ്ട്, നിനക്ക് തൂക്കുകയറാണ് ബെസ്റ്റ് എന്ന്. അങ്ങനെ ആ വിദ്യാർത്ഥി തൂക്കുകയറിലേക്ക് പോകുന്നുണ്ട്. ഇതെല്ലാം ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ നിറഞ്ഞു നിൽക്കുമ്പോൾ നല്ല സമന്വയമായ നല്ല രീതിയിലുള്ള ഒരു ഡിജിറ്റൽ വിദ്യാഭ്യാസം നമുക്ക് പ്രത്യാശയോടെ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. Miss Coletta will be on the stage.